എനിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ മൈൻഡ് ഇങ്ങനത്തെ പെട്ടെന്ന് മാറിയെന്ന് എനിക്ക് ഒരു പിടുത്തം അതാണ് കിട്ടുന്നത്. ചോദിക്കുന്നത്, മൈൻഡ് മാറിയിട്ട് ഒരു ദിവസം വന്നിട്ട് കാല് പിടിച്ച് തിരിച്ചു ആര് വരുവാണെങ്കിൽ. അവളോ? അവൾ ഈഗോ ഒരിക്കലും അങ്ങനെ സമ്മതിക്കൂല. ഓക്കെ, മനുഷ്യരുടെ കാര്യമില്ല, ഇനി മാറിയെന്ന് വിചാരിക്കുക. അവൾ ഒരിക്കലും വരൂല. ഓക്കെ, അവൾ ഒരിക്കലും വരില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താ പറയുക, ഓള് ഒക്കെ ആരിതാക്കിയിട്ടാണെങ്കിലും ഓളെ ഈഗോനെ ഓള് താത്തൂല. ഞാൻ ഓളെ മുമ്പിൽ ഒരു കുഞ്ഞിക്കളി കളിച്ചിട്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ട് കളിച്ചിട്ടും കൊഞ്ചിയിട്ടും അങ്ങനെ ഞാൻ ഇടക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കും, കുഞ്ഞായി സംസാരിക്കും. ഓള് ചീത്ത പറയുമ്പോൾ ഞാൻ പേടിച്ച് കളിക്കും. അങ്ങനെയൊക്കെ കളിച്ചിട്ട് തലമക്കേറി വന്ന ആളാണ്. പിന്നെ അത് ഇറങ്ങണില്ല. ഞാൻ വിചാരിച്ചെന്ത്, ഓരോ സമയത്തും നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കണം. എൻ്റെ ഒരു മൈൻഡാലിറ്റി. വീട്ടിൽ കയറുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം. നമ്മൾ അടുത്തിരുന്ന് കൊഞ്ചുമ്പോൾ നമ്മൾ ഒരു ലവേഴ്സ് ആയിരിക്കണം. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ നല്ല കപ്പിൾസ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു മൈൻഡാലിറ്റി എൻ്റെത്. ഓരോ ടൈമിനും ഓരോ വൈബായിരിക്കണം. അത് മനസ്സിലാക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ. ഈ യൂട്യൂബിൽ വീഡിയോ എടുക്കണമെന്ന് മാനുവിന് താല്പര്യമില്ലായിരുന്നു, സഫയാണ്. അതായത് ഈ ഒരു അതായത് എൻ്റെ ഫാസ്റ്റ് കാര്യം എനിക്കിപ്പോൾ അടുത്തൊന്നും താല്പര്യം ഇല്ലായിരുന്നു വീഡിയോ ചെയ്യണോ പിടിക്കാൻ. ഞാൻ ഫുള്ള് വർക്ക് ചെയ്തിട്ട് നോക്കിക്കോളും. അതെ, പബ്ലിക് ആക്കണമെന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തത്. എനിക്ക് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നിന്നേക്കാളും വലുത് സോഷ്യൽ മീഡിയ ആണ്. എൻ്റെ അടുത്ത് താല്പര്യം ഇല്ലെന്നാണ്. ഒരിക്കലുമല്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം വേണ്ട. എന്നിട്ട് അവൾ ഇൻസ്റ്റാഗ്രാം ഞാൻ കളഞ്ഞല്ലോ, ഹാക്കായിന്ന് അവൾ കളവ് പറഞ്ഞിട്ടില്ലേ. ഇൻസ്റ്റാഗ്രാം ഹാക്കായിന്ന് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഞാൻ അവളെ ആ ഒരു ബാഡ് ചാറ്റ് കണ്ടുകൊണ്ട് ഇനി നിനക്ക് ഇൻസ്റ്റാഗ്രാം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് അതിൻ്റെ ഡിസേബിൾ അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. അതിന് ശേഷം ഇവൾ പിന്നെയും ബയക്കുണ്ടാക്കി എൻ്റെ അടുത്ത് ഭയങ്കര. അപ്പം ഞാൻ മിണ്ടാണ്ട് മൂലക്കോയ ബെഡിൽ കിടന്ന് ഫോണിൽ ഇങ്ങനെ ഗെയിം കളിച്ച് ഇങ്ങനെ ഇരുന്നു. കാരണം വഴക്കിന് വെറുതെ ഇപ്പോൾ ഒരു കാര്യമില്ല. ഇവളിങ്ങനെ അലറിക്കോട് സൗണ്ട് ഉണ്ടാക്കും, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലും പ്രശ്നം, വെറുതെ സൗണ്ട് ഉണ്ടാക്കും. എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബക്കാരെ, അതായത് എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണമില്ലാണ്ട്. അവർ സാക്ഷിയുണ്ട്. അതായത് റോട്ടിൽ നിന്ന് ഇവള് വെറുതെ അലറുന്ന ആൾക്കാർ, അപ്പുറത്തുനിന്ന് ആൾക്കാർ സാക്ഷിയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നെ മാത്രം ഇവളിങ്ങനെ എല്ലാവർക്കും ദേഷ്യം വരും. ഇവള് ദേഷ്യം വരുമ്പോൾ ഇവള് ചെയ്യുന്ന തെറ്റുകൾ ഇവള് അംഗീകരിച്ചിട്ടില്ല. ഇവള് ചെയ്യണല്ല ശരി, നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റ്. അതാണ് ഇവളൊരു മൈൻഡാലിറ്റി. ഇവക്ക് എന്തും ചെയ്യാം, അതായത് എന്തും കളിക്കാം. ഓളെ മുകളിൽ ഓളെ ടോപ്പിൽ വേറെ ആരും എത്താൻ പാടില്ല. ആ ഒരു മൈൻഡാലിറ്റി ഉള്ള വ്യക്തിയാണ് ഞാൻ. ആക്ച്വലി എനിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഷോർട്സ് വീഡിയോ അയച്ചു തരുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ തന്നെ ഒരു പടപ്പാണ്. ഞാൻ ഒന്നും ഫുള്ളായിട്ട് കാണില്ല. ഞാൻ ഫസ്റ്റ് രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഒറ്റ സ്വൈപ്പല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യല്ല. ഞാനിത് ഇപ്പോൾ പഴയ ആ യുനോ എടുത്തിട്ട് ഇങ്ങനെ മനസ്സ് റിലാക്സ്. എന്നോട് ഡോക്ടർ ബ്രീത്ത് അപ്പ് ബ്രീത്ത് ഡൗൺ, മരിക്കാനുള്ള ചിന്ത വിടുക, കുറച്ച് വ്യായാമം എടുക്കുക, യോഗ എടുക്കുക, 5 റക്അത്ത് നിസ്കാരം കാര്യങ്ങളായി പഠിച്ചോൻ്റെ കയ്യിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പം. കേസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ വഴിക്ക് പോട്ടെ. ഫേക്ക് കേസുകൾ, ഈ നിയമം, പൊളിറ്റീഷ്യൻ എല്ലാം ഈ പെണ്ണുങ്ങളെന്ന് മാത്രമല്ല സംഭവം. ഒരു പ്രായപൂർത്തിയ അല്ല അങ്ങനെ തെറ്റല്ല. അതായത് ഞാൻ പറഞ്ഞതിന് കേക്ക്, ഈ ഒരു പ്രായപൂർത്തിയായ ഒരു ചെക്കനാണെങ്കിൽ ഒരു പ്രായപൂർത്തിയായ പെണ്ണിനാണെങ്കിൽ എന്തും ചെയ്യാനുള്ളൊരു പെർമിഷൻ നിയമം കൊടുത്തിട്ടുകൊണ്ടാണ് ഈ പല ഹസ്ബൻഡും വൈഫിനും ഒന്നും ഇപ്പോൾ ഒരു അച്ഛനമ്മക്കൊന്നും ഒരു ഇതില്ലാത്തത്. എന്തെന്നാ അതന്നെ ഞാൻ പറഞ്ഞത്. പ്രായപൂർത്തിയായ ഏതൊരു ചെക്കനും പ്രായപൂർത്തിയായ ഒരു പെണ്ണിനും ആര് കൂടെ വേണം പോവാ. അതാ പറഞ്ഞ ലീഗലി സപ്പോർട്ടാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഹസ്ബൻഡ് വെറും പുല്ലനാണ്. ഹസ്ബൻഡ് എന്തിനാണ് വേസ്റ്റ്. അതെ വൈഫിൻ്റെ സ്ഥാനത്ത് ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ കെട്ടേണ്ട ആവശ്യമില്ല. ശരിക്ക് കല്യാണം കഴിക്കണ്ട. നമ്മൾ ഇങ്ങനെ പോവാ വരാ, എന്ത് ചന്തക്ക് പോയി ചായ കുടിക്കുന്നു. പിന്നെ ഡ്രസ്സ് മാറ്റുന്ന പോലെയല്ലേ ഇവർ ചെയ്യണത്. ഒരു ഡ്രസ്സ് ഞാനിട്ട് ഈ ഡ്രസ്സിൻ്റെ കളറ് പോയി, ഊരി ചാടി വേറെ മേടിച്ചിടുന്ന പോലെയാണ് ഈ ലൈഫ് കൊണ്ടടക്കണത്. ഇവർക്ക് അറിയണില്ല ലൈഫ് എന്താണെന്ന് അറിയുന്നില്ല. എപ്പോഴും മനസ്സിൽ സന്തോഷം മാത്രം പഠിച്ചോ തരൂല.
എല്ലാ ലൈഫും താരതമ്യം ചെയ്ത് പോകുന്നതാണ് ഒരു കുടുംബം. ഒരു പെണ്ണാണ് കുടുംബത്തിൽ കുറച്ചെങ്കിലും അടങ്ങുക. ഒരു വൃത്തിയാക്കൂല, ഒരു വൃത്തി എന്ന് പറഞ്ഞ സംഭവം അവളെ ലൈഫിൽ അത് ആ ഫ്ലാറ്റിന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അവിടെ ഗ്യാസ് ഡ്രസ്സ് എല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് മുന്നേ മുന്നേ ഞാൻ എപ്പോഴും ഇടക്കിടക്ക് ഫുള്ള് ഒരു വന്ന് ഞാൻ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യൽ ഞാനാണ്. സാക്ഷികൾ അയൽവാസികൾ വരുമ്പം ഇവള് പറഞ്ഞു ഏതൊരു പെണ്ണ് തെളിവാണ് എനിക്ക്, തെളിവെല്ലാം ഞാൻ ഇട്ടത് എൻ്റെ ബാംഗ്ലൂരിൽ കൊടുത്തോ. ഏതൊരു ചങ്ങേനെ എൻ്റെ ഒരു ഫാൻസായിട്ട് നമ്മളെ കാണാൻ വരുന്നത്. അപ്പം ഞാൻ എല്ലാം അവളുടെ ഷെയർ ചെയ്യടാ, എല്ലായിടത്തും ഞാൻ ഷെയർ ചെയ്യും. എനിക്ക് ആര് മെസ്സേജ് അയച്ചാലും ഞാൻ ഷെയർ ചെയ്യും. ഞാൻ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം മുകളിലുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്യുന്നവളാണ്. ഇപ്പം ഇല്ല. എന്നിട്ട് ഞാൻ എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയും. ആര് വണ്ടി കയറിയ, ഏത് പെണ്ണ് സംസാരിച്ചാലും, ഏത് സിനിമ നടിമാരെല്ലാം കയറും, നടന്മാർ കയറും, ഒക്കെ ഞാൻ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഒരു കൊച്ചു വിളിച്ചിട്ടുണ്ട്, എനിക്ക് കുട്ടീനെ കാണുന്നുണ്ട്, ഇക്കാനെ കാണുന്നുണ്ട്, ഇത്താനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് എടി എന്ന പോലെ പറയുന്നുണ്ട്. വിളിച്ചോ, വന്നോ, കൊണ്ടുവന്നോ. ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ കൊടുക്കുക, നീ ഇതാക്കുക, കുഴപ്പമില്ലല്ലോ. എല്ലാം ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. എന്നിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ട് മേനു കൂട്ടാൻ വരൂട്ടാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് എന്നെ കൂട്ടാൻ വിളിപ്പിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരിപ്പിച്ചിട്ട് അവളും ഉണ്ട് അന്ന്. എന്നിട്ട് അവളെ ചെക്കനെ ആ പെണ്ണ് ആ ചെക്കനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എത്തി എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് വരെ. ഞാൻ സഫത്താനെ കാണാൻ, കുഞ്ഞിനെ കാണാൻ വന്നിട്ട് ഉമ്മാക്കും അവളെ ബോയ് ഫ്രണ്ട്, അതായത് അവളെ ലവർ ചെക്കന് ഉറപ്പിച്ച ചെക്കനും അപ്ഡേറ്റ് കറക്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ചെക്കനെ ഓന് വീഡിയോ കോൾ ആക്കുന്നു പിടിക്കുന്നതെല്ലാം ഉണ്ട്. നമ്മൾ കാണുന്നൊന്നുമില്ല. ഓളിടക്കിടക്ക് ഫോട്ടോ എടുത്തിട്ട് അയക്കുന്നു. ഞാൻ മേനുക്കാനും ഓളെയും ഫോട്ടോ എടുത്തയച്ച്, സഫത്താനും എടുത്തയച്ച്, കുഞ്ഞിൻ്റെ ഒക്കെ സെൽഫി എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അവളെയും ഫോട്ടോ എടുത്തിട്ട് മാത്രം യോനെ ബ്ലാക്ക് മെയിൽ ആക്കുന്നു. ഈ സാധനം ഞാൻ പബ്ലിക് ആക്കുന്നു പറഞ്ഞിട്ട് സഫ ഈ ചെക്കനെ ഓള് വിചാരം ഓൻ അറിയില്ല, എല്ലാം അറിയാം. ഓൻ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചെന്ന്, എല്ലാ തെളിവും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേര് കട്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കാണിക്കാം. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതാണ് സംഭവം. ഇത് അവരായിട്ടുള്ള ചാറ്റ്, അതായത് ആ ചെക്കൻ അയച്ചെന്ന് എനിക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചാറ്റ്, ലൈവ് ലൊക്കേഷൻ വരെ ഓളത് ഇവർ ചാറ്റിങ് എല്ലാം ഉണ്ട് കുഞ്ഞിൻ്റെ. എന്നിട്ട് ഇതാ സഫായിട്ടുള്ളത്. എന്നിട്ടാണ് പറയുന്നത് ഈ പെണ്ണ് ഒറ്റക്ക് വന്ന്, ഈ പെണ്ണിൻ്റെ മുഖം കാണിക്കരുത് പറഞ്ഞ. ഇതാരാണ്? എൻ്റെ ഭാര്യയാണല്ലോ. എന്നിട്ടാ പറയുന്നത് ഞാൻ ആ പെണ്ണ് ഒറ്റക്ക് റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരെ പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പം എന്നി നിന്നിയും നമ്മൾ ഫസ്റ്റ് ടൈമായി കാണുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഒരു ഫോൺ കോണ്ടാക്ട് വരെ ഇല്ല. അന്ന് ഞാൻ ആകെ നിന്നെ ഫസ്റ്റ് വിളിച്ചതേ നിന്നെ ചീത്ത വിളിക്കാൻ. അന്ന് സഫായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു മോശം ഇതായതുകൊണ്ട് അന്ന് അങ്ങനെ പറഞ്ഞത്. ഇപ്പം അവള് പറയുന്നത് എന്താ, നിന്നെ അവഹിതം ഉണ്ടാക്കുക. അപ്പം എന്തെന്നാ ഇത് ഉദ്ദേശം? അവരൊന്നിച്ച് പൊക്കോട്ടെ, എന്ത് വേണം ചെയ്തോട്ടെ. പക്ഷേ ഒരാൾ ഇരിക്കേ ചെയ്യരുതായിരുന്നു. അത് തെറ്റാണ്. ആ തെറ്റ് അംഗീകരിച്ച് തന്ന് മാപ്പ് പറഞ്ഞ് വിട്ടുക, നോ പ്രോബ്ലം, സീനില്ല, ഇവിടെ ക്ലോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നീ ഇത്രയും കാലം പറഞ്ഞിരിക്കണ എല്ലാ കള്ളത്തരത്തിനുള്ള ഓരോ എവിഡൻസായിട്ടും നമുക്ക് ഇടാൻ പറ്റും. അതായത് അവിടെ 2 ദിവസം താമസിച്ചതിനും സാക്ഷികളെ വീഡിയോ അടക്കം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രേക്ഷകരോട് ഇങ്ങനെ ഓരോന്ന് വായി തോന്നിയ ഒരു എല്ലില്ലാത്ത നാവുകൊണ്ട് പല ആൾക്കും പലതും പറയാം. ഇപ്പം എന്നെ ടാർഗറ്റ് ചെയ്ത്, നിങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്, പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനൽ. ഈ ചാനൽ എന്നെ വർഷങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഏതൊരു ചോറ് വയ്ക്കുന്ന ഒരു വ്യക്തിക്കും മനസ്സിലായ ഒരു കാര്യമാണ്. എന്നെ മാത്രം കുറ്റക്കാരനാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കാരണം, സെൻറ്റിമെൻറ്റ്സ് അടിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം എൻ്റെ വീഡിയോക്ക് മാത്രമേ ആ ഒരു ചാനലിൽ ഇതുവരെ റീച്ച് കിട്ടില്ല. എൻ്റെ ഒറ്റ സ്റ്റോറി, ആ സമയത്ത് എൻ്റെ സ്റ്റോറി വ്യൂവേഴ്സ് ഏകദേശം 4 മില്യൺ സ്റ്റോറി വ്യൂവേഴ്സ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ അത്ഭുതമായി 3 മില്യൺ എൻ്റെ സ്റ്റോറി വ്യൂവേഴ്സ്. ഈ 3 മില്യൺ ആൾക്കാർ ഇങ്ങനെ ഒരു ട്രാജഡി വരുമ്പോൾ സ്റ്റോറി വ്യൂവേഴ്സ് കയറണമെന്നുണ്ടെങ്കിൽ, സ്റ്റോറി വ്യൂവേഴ്സ്, ആ വ്യൂവേഴ്സ് വല്ല യൂട്യൂബിൽ വരുമാനമായിട്ട് തന്നില്ലെങ്കിൽ ഇവർ പിന്നെ എന്താ പറയുക,
അതായത് ഒരു മനുഷ്യന്റെ ലൈഫിൽ ട്രാജഡി അതെ മോശം. ഞാൻ ഇവരെ വിചാരം യൂട്യൂബിൽ ഞാൻ വീഡിയോ, ഞാൻ ലെങ്ത്തുള്ള വീഡിയോ എപ്പോഴും യൂട്യൂബിൽ ഇടാറുള്ളൂ, ഷോർട്ടുള്ള വീഡിയോ. ഞാൻ ഈ യൂട്യൂബിൽ വരുമാനം കിട്ടുന്നതിന് എത്ര 12ാമത്തെ വയസ്സ് മുതൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അതാണ് മെഹനുവിനെതിരെ വരുന്ന അടുത്ത ആരോപണം. അതായത് എന്തുണ്ടെങ്കിലും അതെടുത്ത് യൂട്യൂബിലോട്ട് ഇടാൻ ഞാൻ ചെറുപ്പത്തിലേ ഇല്ലേ പൂമ്പാറ്റ വർക്കും വരെ ഫോട്ടോ എടുത്തിട്ടിടും. ശീലയിപ്പോയി. ചെറുപ്പത്തിൽ ഉപ്പാൻ്റെ ഫോൺ എടുത്തിട്ട് ഉപ്പാൻ്റെ ഫോണ് മെല്ലെ ഉപ്പ കാണാനെടുക്കും, ഇച്ചാൻ്റെ ഫോൺ എല്ലാം എടുക്കും. എന്നിട്ട് പുറത്ത് ചെടിയിൽ മറ്റേ പാട്ടയിൽ വെള്ളം കൈമോറ്റിട്ട് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കും. എന്നിട്ട് ഓരോ കട്ടായിട്ട് ഇടും. 2018 ഞാൻ കാണിക്കാനായിട്ടാണ് പണി. വേറൊരു വീഡിയോ ഉണ്ട് കാണിച്ചു തരാം മുന്നേട്ട്. അങ്ങനെ ഓരോ കോപ്രായങ്ങൾ ഞാൻ ചെയ്തിട്ട് പണ്ട് മുതൽ വീഡിയോ. അപ്പം എനിക്ക് മോണിറ്റേഷനോ പൈസ വന്നിട്ടൊന്നുമല്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഇത് ചെയ്യാനാണ് ഇഷ്ടം. ഇഷ്ടം അങ്ങനെ ആയിരുന്നു. ഇപ്പം എല്ലാം പോയി. ഇപ്പം കുറേ കൂതറകളാണ് യൂട്യൂബിലുള്ളത്. നിന്നുദ്ദേശിച്ചല്ലോ. അല്ലാന്ന് ഇവര് ഞാൻ പറയുന്ന കൂതറകൾ അങ്ങനല്ല. ആക്ച്വലി മറ്റുള്ളവരുടെ ജീവിതം തമാശ രീതിയിൽ കണ്ട് ഒരുപാട് മറ്റുള്ളവരുടെ ജീവിതം തമാശ രീതിയിൽ കണ്ടിട്ട് അവരുടെ ചോര, അതായത് സത്യാവസ്ഥ അറിയാണ്ട് അവരെ ചോര കുടിച്ച് അവരെ പറ്റി നെഗറ്റീവ് മാത്രം പറഞ്ഞ് ഫണ്ട് വാങ്ങിയിട്ട് നെഗറ്റീവ് പറഞ്ഞ ഓരോ മനുഷ്യന്മാരെ കൊല്ലുന്ന നിങ്ങൾ, ആ ഒരു ഫണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ഭാവിയിൽ നിങ്ങൾക്കൊരു പരമ്പരാഗത ഉണ്ടാവേണ്ടവരാണ്, ഒരു കുടുംബം ഉണ്ടാവേണ്ടതാണ്, നിങ്ങളെ മക്കൾ കല്യാണം കഴിക്കേണ്ടതാണ്, കല്യാണം കഴിച്ചതിന് ശേഷം മക്കളുണ്ടാവേണ്ടതാണ്. അവർക്കൊന്നും കർമ്മ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും എന്നെ കർമ്മ അറിയുന്നത്. കർമ്മ എന്ന് പറയാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആ ഒരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പോട്ടെ, ഇപ്പം ഈ ഒരു കാര്യം തന്നെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചത് പോട്ടെ എന്ന് വിചാരിച്ച കാര്യമാണ്. കാരണം ഇതേപോലത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു ഇൻഷുറൻസ് നടന്നപ്പോൾ ഞാൻ മിണ്ടാണ്ട് നിന്നപ്പോൾ അവസാനം ഇനിയിപ്പോൾ ഒക്കെ എന്തെങ്കിലും പറ്റി എന്നെ പറയൂലേ ഇനി. എൻ്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഓളെന്താ അവസ്ഥ ആകുന്ന അറിയില്ല. ചെക്കൻ ജലസംബന്ധം ആക്കി കഴിഞ്ഞാലോ എൻ്റെ തലയിൽ വരുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ട് മുൻകൂട്ടി ഇപ്പോൾ കഴിഞ്ഞാൽ വരാൻ തരും. കഴിഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സാവാച അറിയാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അല്ല, വേറെ ഏതോ ഒരു പുതിയൊരു അത് സംസാരിക്കാൻ പറ്റുമോ? വേറെ ഒരു പുതിയൊരു പെണ്ണ് വന്നിട്ട് ഞാൻ ആത്മാവിനോട് സംസാരിച്ചു. എനിക്കില്ലേ ആക്ച്വലി ഓളം സംസാരിച്ചിട്ട് ചിരിയാ വരുന്നത്. 3 പേര് ആഷിക്ക്. ആഷിക്ക് എന്ന് പറയുന്ന ചെക്കൻ എൻ്റെ ഫ്ലാറ്റിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ വന്നിട്ടേ ഇല്ല. ഈ ജംഷാദ് എന്ന് പറയുന്ന നമ്മൾ കിടക്കുന്ന റൂമിലേ അല്ല താമസിച്ചത്. നമ്മൾ റൂമിലേ അല്ല താമസിച്ചത്. ജംഷാദ് എന്ന് പറയുന്നത് അതായത് ഒരു പാർട്ട് ഹാളാണ്. ഇപ്പം ഇതൊരു ഹാള്, ഇവിടെ ഒരു റൂം, 2 റൂം, 3 റൂം. ഓക്കെ, മെയിൻ ഡോർ ഒറ്റ ഒന്ന്. അവിടെ ഒരു കിച്ചൺ, ഇവിടെ കിച്ചൺ, ഒറ്റ കിച്ചൺ. ടോയ്ലറ്റിലുള്ള അറ്റാച്ച്മെൻറ്റ് അല്ല അറ്റാച്ച്മെൻറ്റ് ഐ മീൻ ഇങ്ങനെ റൂമാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ഹാളിൽ കിച്ചണിൻ്റെ ഹാളിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് കറക്റ്റ് ഓർമ്മയില്ല അത്. അങ്ങനെയാണ് ദുബൈയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ. പിന്നെ ലോക്ക് എന്ന് പറയാൻ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ചാവി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ ഏകദേശം ഡോറ് എനിക്കറിയുന്ന ഞാനുണ്ടായിടത്തോളം ഉള്ള ഡോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്ത് നമുക്ക് തുറക്കാം, ചാവിയൊന്നും വേണ്ട. തുറന്ന് നമ്മൾ പുറത്തിറങ്ങി ഓട്ടോമാറ്റിക് ഡോർ അടിയും. പിന്നെ തുറക്കണമെങ്കിൽ കീ വേണം. പക്ഷെ ഉള്ളിലത്താക്ക് വേണ്ട, പുറത്താക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീ വേണം. അത് എല്ലായിടത്തും അങ്ങനെയാണ്, എല്ലാവരുടെ കയ്യിലും കോപ്പി ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ട്, സെൻറ്ററിൽ നമ്മൾ ജംഷാദ് നിന്നത് ഇപ്പുറത്താണ്. അല്ലാണ്ട് അവിടെ വേറെ ഫാമിലി ഉണ്ട്, ഇപ്പറുണ്ട്. ഇവനിപ്പറ നമ്മളെ റൂമിലേ അല്ല കടന്ന്. ഈ ആഷിഖ് എന്ന് പറയുന്ന റൂമിലേ വന്നിട്ടില്ല. ആഷിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഇൻഷുറൻസ് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ആൾക്കാർ ജനങ്ങൾ കൂടൂലേ, ഒരാള് അറിയാം. അതായത് ഇച്ചക്കൻ കൊറിയർ സർവീസിൽ നമ്മൾ ഇവൻ്റെ പരസ്യം ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. ആഡ് ചെയ്യാൻ ഇവരെ പരസ്യം ചെയ്ത് അന്നേരം കാണുന്നൊരു വ്യക്തി ആഷിക്കുന്ന. എൻ്റെ ഫ്രണ്ടോ പേഴ്സണൽ ഫ്രണ്ടോ ഒന്നല്ല, അവിടുന്ന് കണ്ട് പരിചയപ്പെടുന്ന ആൾ പരസ്യം ചെയ്ത്. അതായത് നമ്മൾ ഓരോ ഷോപ്പിൽ പോയി പരസ്യം കാണുമ്പോൾ ഞാൻ എല്ലാവരോടും കമ്പനിയാവും, പെട്ടെന്ന് സംസാരിക്കും. ആ ഒരു ബേസ് അത്രേ ഉള്ളൂ. ഇവള് പറഞ്ഞിട്ടുണ്ട് ആഷിക്കും ചങ്കുമുറുക്ക പിടിച്ച് ജംഷാദ് കാല് പിടിച്ച് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണ.
അതൊക്കെ ഫേക്ക് ആണ്. എൻ്റെ മോനെ ഫേക്ക് എന്നാ. അതായത് ആത്മാവിനോട് സംസാരിക്കുന്ന അങ്ങനെ ഒരു സംഭവം. അത് ഫേക്ക്. അതല്ല, ഇവൾ ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ റൂമിൽ പോയി ഡോർ തുറക്കുമ്പോൾ ഇങ്ങനെ സംഭവം കണ്ടതാ. കാരണം എൻ്റെ മനസ്സിൽ എല്ലാവരും എന്നെ കൊലയാളി ആക്കി 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 എൻ്റെ മനസ്സ് കല്ലായതുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് ആ കാര്യം അന്നൊരു വീഡിയോ ഇട്ടായിരുന്നു ലൈവ് എന്ന് പറയല്ലേ, അത് പറഞ്ഞ് എല്ലാവരും ലൈവ് ആക്കി. ഇൻസ്റ്റയിൽ സ്റ്റോറി അപ്പം തന്നെ ആ ഇട്ടത്. കാരണം ഞാൻ എന്ത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ മരിക്കും, നമുക്ക് ഒരിക്കലും പോയിട്ട് ഇങ്ങനെ സ്റ്റോറി ഇടാൻ പറ്റില്ല. ഒരിക്കലും സ്റ്റോറി ഇടാൻ പറ്റൂല നീ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ആംബുലൻസ് കയറ്റി, ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഫോൺ നമ്മൾക്ക് വിളിക്കണ്ടേ? ആംബുലൻസ് കയറ്റി കഴിഞ്ഞ് സ്റ്റോറി ഇട്ടത്. ആംബുലൻസിൽ കയറ്റി ആംബുലൻസ് അനങ്ങുന്നില്ല. അതായത് ആംബുലൻസ് അതെ, സാഹചര്യം. അത് ആ സമയത്ത് ഓരോരോ വ്യക്തിക്ക് സാഹചര്യം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതായത് ആംബുലൻസിൽ നമ്മളെങ്ങനെയോ കയറ്റി, ആംബുലൻസ് മൂവ് ആവണില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല, വേറെ ആരും അവിടെ ഇല്ല, ആരറിയുന്ന ആളില്ല, ആരും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ബ്രദർ വിളിച്ച്, എടാ എനിക്ക് സംസാരിക്കാനില്ല, പെട്ടെന്ന് വാ. അവനൊരു തമാശ രീതിയിൽ ആരും വരുന്നില്ല, എന്താ ചെയ്യുക? എൻ്റെ ഫസ്റ്റ് വൈഫിൻ്റെ ബ്രദർ. നമ്മൾ 3 പേരല്ലേ പോയത്, കുട്ടിയും. ഓൻ വരാ ഇതാക്കാന്ന് പറഞ്ഞ് ഓന് കുറെ കഴിഞ്ഞിട്ടാ വന്നത്. ഓനാന്ന് എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത്. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി. ലാസ്റ്റ് എല്ലാം എൻ്റെ തലയിൽ ഇട്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അവിടുന്ന് ഞാൻ ഫുൾ ഷോക്ക്. ഞാൻ മരക്കഷ്ണം പോലെ ഇങ്ങനെ എന്നെ താങ്ങി പിടിച്ച് കൊണ്ടുവന്നൊക്കെ ഓനാ. ഇപ്പോൾ അവൻ പറയുന്നത് ഓനേ അല്ല, ഓനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഇതിലൊന്നും എനിക്കൊന്നും അധികം പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ സംസാരിച്ചിട്ട് ഇങ്ങനെ നമ്മളിത് കളയുന്നതിനും നല്ല നമ്മളെ ലൈഫ് സ്റ്റൈൽ ഞങ്ങളെ ജീവിച്ചങ്ങോട്ട് പോവാം. ഇപ്പം ഈ ഒരു കാര്യം തന്നെ എൻ്റെ ഭാഗത്തുള്ള ഫോൾട്ടല്ല. എൻ്റെ ആ ഒരു കാര്യം കാണുമ്പോൾ ഏതൊരു ഹസ്ബൻഡ് ചോദിക്കണ ഏതൊരു ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കാണുമ്പോൾ അത് ചോദിക്കുന്നത് സ്വാഭാവികം അല്ലേ? അത് ചോദിച്ചില്ല ഞാൻ തെറ്റുണ്ടാ? അത് പറയണ്ടേ? വേറെ ആരാണെങ്കിൽ അടിച്ച് പറ്റിക്കെട്ടേടാ. ഞാൻ അത്രക്കൊന്നും ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞ എൻ്റെ ഓളായിട്ടാണോ അടിച്ച് കാല് വെൻറ്റാക്കട്ടിന്ന് ഓരോരുത്തരും വിളിച്ച് പറഞ്ഞത്. ഓളെ നാവ് അരിയട്ടിന്ന്. പക്ഷെ ഇവൾ എൻ്റെ അടുത്ത് ഇവളിപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാക്കണമെങ്കിൽ മനസ്സിലായില്ല. എൻ്റെ അടുത്ത് അത്രക്കും ഇതുണ്ട്. ദേഷ്യമല്ല, അത്രയും ഒരു ഞാനിത് കൊടുത്തായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് തണ്ടാക്കിയാൽ ഞാൻ പേടിക്കുന്നൊക്കെ അറിയാം. ഓളെ എനിക്ക് പേടിന്നൊക്കെ അറിയാം. ഓളും നല്ല അടിക്കൂടൂ. അടിക്കുന്ന പറഞ്ഞെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ നേരെ ഉൾട്ട. ഇവള് ഇടിക്കണ നിങ്ങൾ കണ്ട ആൾക്കാരെയും കൊണ്ടുവരട്ടാ. കാരണം എന്താ അറിയോ, ഇങ്ങനെ നേരെ വന്ന് മരണത്തിൽ ഒരു അടിയുണ്ട്. രണ്ടാമതില്ലേ ഇവത്തെ ജിമ്മന്മാരെല്ലാം കുത്തണമെങ്കിലേ, ഇതാ ജിമ്മന്മാരെല്ലാം കുത്തുന്ന കണക്ക് ഇങ്ങനെ ഇടിക്കുമ്പോ റെസ്ലിംഗ് അറിയും. ഞാൻ ഇങ്ങനെ കുത്തിക്കൊണ്ടുണ്ടാവും. അപ്പം എനിക്ക് കടിച്ചിങ്ങനെ കീറും. എനിക്ക് ഞാൻ ഇങ്ങനെ ഒത്തുന്തു ചോദിക്കുമ്പോൾ ഇങ്ങനെ കുസ്തി നടക്കാറുണ്ട്. ഇവള് എല്ലാം പോയാളെന്തായാലും നോക്കാം കുറച്ച് കാലം കഴിയുമ്പോൾ എന്താവുമെന്ന്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ വിചാരിച്ചതല്ല. പിന്നെ ഒരുപാട് റൂമർ ഇപ്പോൾ എന്നെയും പസ്മീനെയും പറ്റിയിട്ട് നമ്മൾ പേഴ്സണലി ആദ്യമായിട്ട് കാണുകയാണ്. അധികം കോണ്ടാക്റ്റ് വരെ ഇല്ലാത്ത വ്യക്തികളാണ്. ഒരുപാട് റൂമറുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇൻസിഡൻസ് വരാൻ തന്നെ കാരണം ഈ ഒരു കാര്യം ഞാൻ പിടിച്ചതിന് ശേഷമാണ് എന്നെപ്പറ്റി എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ശത്രുക്കൾ പല ആൾക്കാരും എന്തായാലും നല്ലത് പറയാൻ നടക്കില്ലല്ലോ, അത് നിങ്ങൾ മൈൻഡാക്കരുത്. എന്തായാലും റമദാൻ മാസം നല്ല രീതിയിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളെന്തായാലും മൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വലൈക്കും സലാം.